ഇവിടെ നമ്മൾ മൊഡ്യൂൾ 2-നകത്ത് മെയിനായിട്ടും പറയുന്നത് സൈബർ ക്രൈമിനെ പറ്റിയാണ്. സൈബർ ക്രൈം ആൻഡ് സൈബർ എത്തിക്സ്. എന്താണ് രണ്ടാമത്തെ മൊഡ്യൂളിന്റെ സിലബസ്. ഇതുപോലെ എല്ലാം 2 പാരഗ്രാഫായിട്ട് പറഞ്ഞേക്കണം. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത് സൈബർ ക്രൈമും സൈബർ ഒഫൻസ്, സ്ട്രാറ്റജിക് അറ്റാക്ക്, സെക്യൂരിറ്റി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ മൊബൈൽ ഡിവൈസസ് ആൻഡ് ദി ആക്ഷൻ. ദെൻ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് സൈബർ എത്തിക്സ്, സൈബർ ലോ, വൈ വി നീഡ് cyber regulations, what are the ethics and what are the AI, what is the trend of AI in cyber ethics and ethical issues in AI and the core principles and blockchain ethics. Cyber crime is a crime where the computer or the network is a target and it happens to be the tool or it happens to be the place of the crime. നമ്മൾ എല്ലാം ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പം we used to say there are person related with the crime. Here the computer is the person who is the target, who is the tool itself, and it itself is the place where the crime take place. Tool means it is the place where, or it is the device where the crime is originated. എവിടെയാണ് നമ്മൾ ക്രൈം, ഇപ്പൊ ഒരു വൈറസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വേറൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ്. അപ്പൊ വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെയാണ്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഒരു ടൂൾ എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തേക്കാണ് നമ്മൾ ഇതിനെ കടത്തിവിടുന്നത്. കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റ കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും കമ്പ്യൂട്ടർ തന്നെയാണ്. അതുപോലെ നടക്കുന്നതും ക്രൈം നടക്കുന്ന സ്ഥലവും കമ്പ്യൂട്ടറിൽ തന്നെയാണ്. അപ്പം ഒരു ക്രൈം നടക്കാൻ ഒരു ആൾ, 2 പേര് വേണം, ഒരു സ്ഥലവും വേണം. അപ്പൊ ഇവിടെ 2 പേരിൽ 2 പേരും ക്രൈം റിലേറ്റ് ചെയ്ത് വരുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പൊ ടൂളായിട്ടും ടാർഗറ്റ് ആയിട്ടും പ്ലേസ് ആയിട്ടും കമ്പ്യൂട്ടറിനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പ്യൂട്ടർ ആക്ട് ആസ് ദ ടാർഗറ്റ്, കമ്പ്യൂട്ടർ ആക്ട് ആസ് ദ ടൂൾ, കമ്പ്യൂട്ടർ ആക്ട് ആസ് ദ സ്റ്റോറേജ് സ്പേസ്, കമ്പ്യൂട്ടർ ആക്ട് ആസ് ദ കമ്മ്യൂണിക്കേഷൻ സ്പേസ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത് ഇവിടെ നമുക്ക് പറയാം. ഒരേ കാര്യം തന്നെ പല സ്ഥലങ്ങളിലും അതിൻ്റെതായ രീതിയിൽ പറയേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ദെൻ സൈബർ ക്രൈം ഇൻവോൾവ്സ് ദി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് where computers are involved, mobile devices are involved, internet is involved. Then what happens during the cyber crime? The person is affected, or the business is affected, or the government data is affected. Then common activities happening in the cyber crime. Hacking is a cyber crime, online fraud is a cyber crime, identity theft is a cyber crime, cyber stalking is a cyber crime, and data breach is a cyber crime. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഓരോ ടേമും എടുത്തു പറയുന്നില്ല. The use of smart devices has increased so much, so the opportunities of the cyber crime or cyber attack has also increased. And what happens as a effect of cyber crime? ഇവിടെ ആൾക്കാർ മരിക്കുകയല്ല ചെയ്യുന്നത്. Instead there will be huge financial loss. Then the privacy, the safety, the security of a person is affected. Then cyber crime can be hacking is a cyber crime, data theft, identity theft, financial fraud, privacy violation, ഇതെല്ലാം സൈബർ ക്രൈമിന്റെ അടിയിൽ വരും. മാൽവെയർ, വൈറസ്, അതൊക്കെ സൈബർ ക്രൈമിന്റെ അടിയിൽ വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇവിടെ ഒന്നുകൂടെ പറയുന്നത്. ഇറ്റ് വിൽ the main categories are it will be acting as a tool. Computer is acting as a tool because identity theft, cyber stalking, financial scam, online fraud, idakke computer is used as the tool, and computer can be
used as a target also. Crimes can be targeting the computers also, because when a virus is produced, it is going to affect the computer itself. The malware is affecting the computer. Hacking is happening in the computer. Denial of service is happening in the computer system itself. So cyber crime actually threatens an individual privacy, and it also threatens the nation's financial and security system. ഒരാളുടെ ഇൻഡിവിജ്വൽ പ്രൈവസിനെ നേഷന്റെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും, ത്രെട്ടൻ ചെയ്യും. Cause damage, or it is actually making or affecting the nation's security system. The cyber crime origin and definition like sherikum, it is actually a criminal activity which is carried out using a computer, or it can be a digital device, or it make use of the internet. Computers ഉണ്ട്, ഡിജിറ്റൽ ഡിവൈസസ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിനെയാണ് സൈബർ ക്രൈം എന്ന് ബേസിക്കലി പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ റോൾ എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ടൂൾ വേർ ഓൺലൈൻ ഫ്രോഡ് ഈസ് ഒറിജിനേറ്റിംഗ്. ഐഡന്റിറ്റി തെഫ്റ്റ്, ഇപ്പൊ നമ്മൾ ഒരു സ്കാൻ ചെയ്യാൻ പറയുകയാണ്, നമ്മളുടെ ഒരു സ്കാനിങ്, ഒരു QR കോഡ് നമ്മളോട് സ്കാൻ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ നമ്മളിത് സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെയാണ്. അതുപോലെ വൈറസ് ജനറേറ്റ് ചെയ്യണം. വൈറസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ എഴുതി കൊടുക്കണം. അപ്പം വൈറസ് ജനറേറ്റ് ചെയ്യുന്ന എവിടുന്ന? കമ്പ്യൂട്ടറിൽ നിന്നാ. ഇത് ജനറേറ്റ് ചെയ്ത് നമ്മൾ വേറെ കമ്പ്യൂട്ടറിലേക്ക് വിടും. അപ്പൊ അവിടെ കമ്പ്യൂട്ടർ ടാർഗറ്റ് ആയിട്ട് മാറി. ഈ വൈറസ് കയറുന്ന സിസ്റ്റം അത് ടാർഗറ്റ് ആയിരിക്കും, ഉണ്ടാക്കുന്ന സിസ്റ്റം അവിടെ ടൂൾ ആയിരിക്കും. ആരാണ് വൈറസ് ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ദി ക്രൈം, ആൻഡ് ദ കമ്പ്യൂട്ടർ ഈസ് ആക്ടിങ് ആസ് എ ടൂൾ ദർ, ആൻഡ് വെൻ ദ virus or a malware is affecting a system, the system will become the target. So monetary offense, etc., like banking fraud, non-monetary offenses like spreading virus, illegal data transmission, അതൊക്കെ സൈബർ ക്രൈമിന്റെ ഉള്ളിൽ പെടും. അതായത് മോണിറ്ററി ബെനിഫിറ്റ്സ് വരുന്ന ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഫിനാൻസ് അല്ലാത്ത കാര്യങ്ങളും സൈബർ ക്രൈമിന്റെ അടിയിൽ വരും. ഫിനാൻസ് അല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസ് ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്യുക, ഡേറ്റ ഒരാളുടെ സിസ്റ്റത്തിൽ നിന്ന് ഹാക്ക് ചെയ്യുക, അയാളുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് എടുക്കുക, ഇതൊക്കെ നോൺ മോണിറ്ററി ആയിട്ടുള്ള സൈബർ ക്രൈമിന്റെ അടിയിൽ വരും. S.T. Vishwanathan, Indian cyber law, the author, has given a definition. It is any unlawful activity where the computer is the object or the instrument of the crime. അവിടെ ആൾക്കാരില്ല. It is ആരാ free? ആരാ നോക്കിക്കേ? It is always the ആണോ? വേണ്ട, ഞാൻ പിന്നെ എടുക്കാം. It is an unlawful activity. So an incident involving the computer technology where a victim suffers the loss and the offender gains intentionally. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? An incident involving computer technology where a victim suffers loss and the offender gains intentionally. അതാണ് ശരിക്കും അവിടെ നടക്കുന്നത്. അതിന് സെപ്പറേറ്റ് മീനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സോ എനി ഇല്ലീഗൽ അൺഓതറൈസ്ഡ് ഡിസ്ഹോണസ്റ്റ് മിസ്യൂസ് ഓഫ് ഓട്ടോമേറ്റഡ് ഡേറ്റ. ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് പറ്റണം. ഇല്ലീഗൽ, അൺഓതറൈസ്ഡ്, ഡിസ്ഹോണസ്റ്റ്, കമ്പ്യൂട്ടർ ആക്ടിങ് ആസ് ദ ടൂൾ, കമ്പ്യൂട്ടർ ആക്ടിങ് ആസ് ദ ടാർഗറ്റ്, ദെൻ വിക്ടിം സഫേഴ്സ് ലോസ്, ഫിനാൻഷ്യൽ തെഫ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ടേംസ് എല്ലാം നമ്മളിവിടെ ഉപയോഗിക്കാൻ നോക്കണം. Then definition അടിയിൽ dictionary is taken. An Oxford dictionary is taken. It is any crime which is committed using a computer, electronic communication system or internet. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്?
computers will be there, mobile devices will be there, internet will be there. Mobile devices ne namukku electronic communication system ennu generalize ചെയ്തു പറയാം. Why we need to prevent the cyber crime? Internet usage കൂടുന്ന അനുസരിച്ച് cyber crime is also increasing. Then it ignores basic security practices because the users are ignoring the basic security practices. Like നമ്മുടെ സിസ്റ്റം ഓൺ ആക്കിയിട്ടിട്ട് നമ്മുടെ നെറ്റൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗ് ഔട്ട് ചെയ്യാതെ പുറത്തു പോവുക. അപ്പോൾ എന്തിട്ടും when some other person is coming inside, if he wants to send some virus mail to some other person, and if our login is on, he make use of our login to send the message to other people. So there his identity is masked, and also the password of the hello kekavo okay mister ഓക്കെ. അപ്പൊ ഇവിടെ ഇനി പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മെസ്സേജ് ഇടണം കേട്ടോ കേൾക്കാതെ വരുമ്പം. ഇനി പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം എപ്പോഴും കോമൺ മിസ്റ്റേക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് പാസ്വേഡ് ഉണ്ട്. അത് ഈ ഹാക്കേഴ്സിന് അറിയാം. നമ്മൾ എപ്പോഴും എന്താ 1234 അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു _1234 അല്ല @ നമ്മുടെ ഈ വർഷം 2026 അങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ദെൻ ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് ഡിലേഡ് ഡിറ്റക്ഷൻ ഇൻക്രീസ് ദ ഇമ്പാക്ട് ഓഫ് സൈബർ ബ്രീച്ച്. അതായത് അവയർനെസ് ഇല്ലാതിരിക്കുക, നമ്മൾ ഈ ലോയിനെയൊക്കെ പറ്റി നമുക്ക് അവയർനെസ് ഇല്ലാതിരിക്കുക. അതുപോലെ ഒരാളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ തെറ്റ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടും. അത് it is not a good sign. Then prevention focus ചെയ്യുന്ന എന്തിലാണ്? പ്രിവെൻഷൻ. ഇത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു വഴിയുള്ളൂ? ബോധവാന്മാരാക്കുക ആൾക്കാരെ. Users should be properly educated and they should be well studied regarding the online behavior, which should be safe and secure. Then simple preventive measures can significantly reduce the cyber risk. അതായത് ഇപ്പം നമുക്ക് വരുന്ന ഓൺലൈൻ ആവശ്യമില്ലാത്ത കോളുകൾ, ഓൺലൈൻ ലിങ്കുകൾ, പാസ്വേഡ് പറഞ്ഞു കൊടുക്കാനെന്നും പറഞ്ഞ് നമുക്ക് വരുന്ന കോളുകൾ, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. Then you can those simple measures can reduce the cyber risk. Measures to fight cyber crime. The people should be vigilant. Then suspicious emails എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്നൊരു മെയിൽ വന്നു നമുക്ക്, അപ്പൊ നമുക്കൊരു സംശയമാണ് ഇത് അവർ തന്നെയാണോ സെൻഡ് ചെയ്തതെന്ന്. എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ you can directly call your banking service whether it is a safe mail sent by the system from the computer from the bank. Then never click on unfamiliar links. Then use a virtual private network, always possible. Then ensure the websites are safe before entering your credentials. When we are using the GPay account or your UPI PIN, then make sure the website on which you are entering the PIN is safe to enter. Otherwise it can be hacked by some other system. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരാളുടെ അത് ഈ സൈറ്റിന്റെ പുറത്ത് അവർ വേറൊരു സൈറ്റിനെ ക്രിയേറ്റ് ചെയ്തിടും. നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്മുടെ UPI പിന്ന് ശരിക്കും ഹാക്കേഴ്സിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പക്ഷെ അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇത് അവര് ഒറിജിനൽ സൈറ്റിലേക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫർ നടക്കും, പക്ഷെ നമുക്ക് നമ്മുടെ ഡേറ്റയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻസ് അവർ അതിനകത്തുനിന്ന് ഹാക്ക് ചെയ്തെടുക്കും. അത് പിന്നെ അവരെന്തിനെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യും. ദെൻ കീപ് ദി ആന്റിവൈറസ് ആപ്ലിക്കേഷൻ always up to date and always use a strong password. 14+ characters. നല്ല ഓർമ്മയൊക്കെ ഉള്ളവർക്ക് 14+ characters ഒക്കെ ഇട്ട് വയ്ക്കാം. ഓർമ്മയില്ലാത്ത നമ്മളെ പോലെയൊക്കെ ഉള്ളവർക്ക്, അത് എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് വലിയ പാടാണ് 14+ characters. 10 കൂടുതൽ വലിയ പാടാണ്. 14+ ആണ് ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ ക്രൈം പ്രിവെൻഷൻ. Always protect personal and financial information.
prevent identity theft and unauthorized access, reduce the data loss, then enhance the trust in digital platform, ensure the safe use of online services for individuals and business. Data line of origin of cyber crime. 1834 ഇത് തുടങ്ങി cyber incident. Then French telegraph system manipulated to steal the financial data. Then telephone and switchboard misuse marked early communication. Then code breaking demonstrated the strategic power of computing. Then phone hacking 1950 തൊട്ട് 60 വരെ. 1970 ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫ്രോഡ് വന്നത്. 1980 കമ്പ്യൂട്ടർ വൈറസ് വന്നത്. റാബിറ്റ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ വൈറസ് ആണ്. അതിനെപ്പറ്റി ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. റാബിറ്റ് ഈസ് an old type of malware which increased copies are produced, leading to the denial of service, crashing the computer. Denial of service എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തും. റാബിറ്റ്സ് മൾട്ടിപ്ലൈ, ഹൗ ക്വിക്ക്ലി ഈ റാബിറ്റ്സ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഇനമാണ്. അപ്പൊ ആ പേരാണ് ഇവിടെ ഈ വൈറസിന് ഇട്ടേക്കുന്നത്. Then it usually lacks a destructive payload but incapacitates the system by resource starvation, making it one of the earliest example of malicious code. Then 1990s ഇന്റർനെറ്റ് ഇറ എക്സ്പാൻഷൻ. ദെൻ സൈബർ 2000 ആയപ്പോൾ അത് സൈബർ ക്രൈമിലേക്ക് പോയി. ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമെയിൽ വൈറസ് ആണ്, ഐ ലവ് യു എന്ന് പറയുന്ന ഒരു ഇമെയിൽ വൈറസ് ഉണ്ട്. അത് ഒരു ലിങ്ക് ആയിരുന്നു. ആ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് പോകും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻഫർമേഷൻ ഈ ഹാക്കേഴ്സിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഹാക്കേഴ്സ് നമ്മുടെ സിസ്റ്റത്തിനെ കണ്ടുപിടിക്കും. അതിനകത്ത് നിന്നുള്ള ഡേറ്റ, അതായത് നമ്മുടെ ഐഡന്റിറ്റി അവിടെ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അഡ്വാൻസ്ഡ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ അറ്റാക്സ് തുടങ്ങിയത് 2010 മുതലാണ്. സൈബർ വെപ്പൺസ്, ദെൻ ലാർജ് ഡേറ്റ ബ്രീച്ചസ് ഹാപ്പൻ, ദെൻ റാൻസം വെയർ അറ്റാക്ക്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വാണക്രൈ എന്നും പറഞ്ഞ് നമ്മൾ ബിറ്റ് കോയിൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ 2010 ശേഷം വന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ്. നമ്മൾ സൈബർ ഉപയോഗം കൂടുന്ന അനുസരിച്ച് ക്രൈമിന്റെ ലെവല് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്, ഓർഗനൈസ്ഡ് ആൻഡ് ഗ്ലോബൽ ആയിട്ട് മാറി. ഇതൊരു പടമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുവാണ്. 1800 ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഫ്രോഡ് നടന്നത്. അതായത് ഒരു വയേർഡ് ഫ്രോഡായിരുന്നു. ഇന്റർസെപ്ഷൻ ഓഫ് മെസ്സേജസിനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ മെസ്സേജ് അവർ എടുക്കുക, ആ മെസ്സേജിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് അടിച്ചു മാറ്റുക. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. പിന്നെ 1960 വന്നപ്പോഴാണ് ഫോണിൽ കൂടെ ഉള്ള ഇത് തുടങ്ങി. 1970s എത്തിയപ്പോഴാണ് ഈ മാൽവെയർ, വേംസ്, അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ വന്നത്. 1990s ഇന്റർനെറ്റിന്റെ ഹാക്കിംഗ് വന്നത്. 2000 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഡേറ്റ ബ്രീച്ച് വന്നു. ദെൻ 2020 സൈബർ വാർഫെയറിലേക്ക് പോയത്. 1800, 1960, 1970, 1990, then 2000, then 2020. Then we can see that cyber crime is classified into 4: crime against individual, against property, against organization, against society. Against individual എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനെ അല്ലല്ല, ഇൻഡിവിജ്വലിനെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന ക്രൈമുകളെയാണ് ഈ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അതായത് സൈബർ സ്റ്റോക്കിംഗ്, നമ്മുടെ ഇമെയിൽ വഴി നമ്മളെ ഹരാസ് ചെയ്യുക, സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഹരാസ് ചെയ്യപ്പെടുക, നമ്മുടെ ഡീഫെയിം ചെയ്യുക, നമ്മുടെ ഓൺലൈനിലൂടെ നമ്മളെ ഡീഫെയിം ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻഡീസെന്റ് ആയിട്ടുള്ള ഇത്, ഒബ്സീൻ കമന്റ്സ്, അങ്ങനെ ഒരാളെ ഒരു ഓൺലൈനിൽ ഇട്ട് ഇങ്ങനെ ഇത് ചെയ്യുക, അതാണ് ഇറ്റ് ഈസ് എ സൈബർ ക്രൈം ആക്ച്വലി. ദെൻ ഇമെയിൽ, ഒരാളുടെ ഇമെയിൽ സ്പൂഫ് ചെയ്യുക, ഓൺലൈൻ ചീറ്റിങ്, ഫ്രോഡ്, ഇതെല്ലാം ഇൻഡിവിജ്വൽസിനെതിരെയുള്ള ക്രൈമാണ്. ദെൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു പേഴ്സണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. ദെൻ ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ക്രൈം ദാറ്റ് ഡാമേജ് ഓർ മിസ്യൂസ് ദ ഡിജിറ്റൽ ഓർ ഇന്റലക്ച്വൽ
പ്രോപ്പർട്ടി. അത് നമുക്ക് പഠിക്കുമ്പം IPR പറ്റി നമുക്ക് പറയാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ പറ്റി നമുക്ക് പറയാം. ഇവിടെ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ വാൻഡലിസം, transmission of computer virus, net trespassing, then internet theft, intellectual property crimes such as software piracy, copyright infringement, trademark violation, ഇതൊക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ക്രൈംസ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കോമൺ പ്രോപ്പർട്ടിക്കെതിരെ നമ്മൾ എന്തെങ്കിലും ഓൺലൈനിലായിട്ട് നമ്മൾ അൺലോഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എനി അൺലോഫുൾ ആക്ടിവിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ക്രൈം അഗെയിൻസ്റ്റ് ദി പ്രോപ്പർട്ടി. അപ്പൊ ഇതിന്റെ റിസൾട്ട് എല്ലാത്തിലും ശരിക്കും എന്താ, ഫിനാൻഷ്യൽ ലോസ്, ഒന്നി നോൺ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും. അങ്ങനെ അതിനെ പറ്റി എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ഇത് റിലേറ്റ് ചെയ്ത് എഴുതുമ്പോഴും കമ്പ്യൂട്ടർ അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് എഴുതുക. കാര്യം സൈബർ എത്തിക്സ് ആലോ. പിന്നെ ആരാണ് ഇവിടെ ടാർഗറ്റ് ആവുന്നതെന്ന് എഴുതുക. അങ്ങനെ ആവുന്നത് കൊണ്ട് വരുന്ന നഷ്ടം എന്താണ്? അപ്പൊ അതൊന്നി ഈ നഷ്ടം എപ്പോഴും ഒന്നി ഫിനാൻഷ്യൽ ലോസ് എഴുതി വെക്കുക, അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ലോസ് എഴുതി വെക്കുക. ഇതിൽ രണ്ടും എഴുതി വെക്കുക, ഇത് രണ്ടും എഴുതി വെക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് ഏകദേശം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങുന്ന എവിടെയാന്ന് പറഞ്ഞ ആ ഒരു, ഇപ്പൊ ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താ? കമ്പ്യൂട്ടർ വൈറസിന്റെ ട്രാൻസ്മിഷൻ, കമ്പ്യൂട്ടർ വാൻഡലിസം, നെറ്റ് ട്രെസ്പാസിംഗ് ഒക്കെയാണ്. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കുന്നു? അത് കാരണം അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? ഇപ്പം സോഫ്റ്റ്വെയർ പൈറസി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ, സോഫ്റ്റ്വെയർ പൈറസി നമ്മൾ നടത്തുവാണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ പൈറസി നമുക്ക് തെറ്റ് സംഭവിക്കുന്ന എങ്ങനെയാ? ഈ ഇപ്പൊ നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ വേർഷൻസ് നമ്മൾ ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കണം. വിൻഡോസിന്റെ എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഉബുണ്ടുവിലേക്ക് പോയത്. അപ്പൊ ഈ വിൻഡോസിന്റെ പൈറേറ്റഡ് വേർഷൻ ആയിരിക്കും മിക്ക സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്നു. അത് ശരിക്കും ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ശരിക്കും ഈ സോഫ്റ്റ്വെയർ പൈറസി ഒരു സൈബർ ക്രൈം ആണെന്ന് പറയുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെല്ലാം നമ്മൾ ഇതിനെ ഇടുന്നു. അപ്പം എന്ത് സംഭവിക്കും? അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അത് കാരണം ആർക്ക് നഷ്ടം വരും? ഈ വിൻഡോ അവരുടെ ഐഡന്റിറ്റി, അതായത് അവരങ്ങനെ സൂക്ഷിച്ചിരുന്ന സാധനമാണ് നമ്മൾ മോഷ്ടിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ അതിനെ പറയാം. അപ്പൊ ഇത് ശരിക്കും നോൺ ഫിനാൻഷ്യൽ ലോസ് ആണ്. അവരുടെ ഒരു സാധനം നമ്മളെടുത്ത് ഉപയോഗിച്ച് നമ്മൾ, അപ്പൊ ഇത് കാരണം അവസാനം എന്ത് തരം നഷ്ടമാണെന്നുള്ളത് അവസാനം പറയാം. ഒന്നീ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും, ഈ നോൺ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും. ഇത് എന്തിന്റെ അടിയിൽ വരും? നോൺ ഫിനാൻഷ്യൽ ലോസിന്റെ അടിയിൽ വരും. അതുപോലെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാന് ഒരു ഈ CD വാങ്ങിച്ചു, ഞാനൊരു ഒറിജിനൽ വിൻഡോസിന്റെ വേർഷൻ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു? അത് അയച്ചു തരാൻ പറഞ്ഞു. ഇതുവരെ എനിക്ക് ഒരു CD അയച്ചു തരുവാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കഴിഞ്ഞ മോഡ്യൂളിൽ കാണിച്ചായിരുന്നു, ഇങ്ങനെ ഈ ഒരു പടം ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇവർ ഈ ഒരു CD അയച്ചു തരുമ്പോൾ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ സീലൊക്കെ ചെയ്ത് അയച്ചു തരും. ഈ സീല് പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം നമ്മളത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ഞാൻ കിട്ടിയപ്പോൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്ന സാധനം ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ഇവിടെ വരുന്ന ക്രൈം എന്താ? എനിക്ക് മുന്നേ വേറൊരാളത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതായത് CD, ആ CD
ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചിട്ട് അതിനെ വേറെ എന്തെങ്കിലും വെച്ചേക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതാണ് അത് കാരണം വരുന്ന കുഴപ്പം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിക്കാം, ആ സി ഡിക്കകത്തുള്ള ഒറിജിനൽ ഡേറ്റ് ചിലപ്പോൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ നോൺ ഫിനാൻഷ്യൽ ലോസ് ഈസ് ദർ. ദെൻ ട്രേഡ് മാർക്ക് വയലേഷൻ ഇവിടെ വീണ്ടും പറയാം. അതൊക്കെയാണ് ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന രീതിയിൽ എഴുതുക. മനസ്സിലാവുണ്ടോ പറയുന്നത്? പറഞ്ഞത് മനസ്സിലാവുണ്ടോ പിള്ളേരെ? മനസ്സിലായോ? കേൾക്കാൻ പറ്റുന്നില്ലേ? അതായത് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ ട്രേഡ് മാർക്ക് വയലേഷൻ ഒക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിലും പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എന്തിനെ പറ്റിയാ പഠിച്ചത്? അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ എന്തായിട്ടാ പഠിക്കുന്നത്? ആ പ്രോപ്പർട്ടിക്കെതിരെ ക്രൈം നടക്കുന്നതായിട്ടാണ് പഠിക്കുന്നത്. ശരിക്കും ഒരേ പറ. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പോഴും പറഞ്ഞ ഈ വിൻഡോസ് ഫെമിലിയർ ആയത് തന്നെ ഒരു പൈറസി സെറ്റപ്പിലൂടെയാണ്. അത് മൈക്രോസോഫ്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രോപ്പർട്ടി. കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഇപ്പൊ കേൾക്കാമോ? എന്റെ വോളിയം കുറഞ്ഞിരുന്നു. ആക്ച്വലി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൻഡോസ് മറ്റേ നമ്മുടെ iOS തമ്മിലുള്ള ഒരു പ്രശ്നം, ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫൈറ്റ് വന്ന സമയത്ത് ഈ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ, അതായത് അമേരിക്കൻ കോണ്ടിനെന്റ് ഏരിയയില് iOSനാണ് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത്. കാരണം അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു, സേഫ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു. വിൻഡോസ് കുറച്ച് വൾണറബിൾ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോഴും വൾണറബിൾ അല്ലാന്നല്ല, ഇപ്പോഴും ഉണ്ട് അത്. അപ്പൊ മൈക്രോസോഫ്റ്റ് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാല് ഏഷ്യൻ, സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ഇതിന്റെ പൈറസി അവർ പെർമിറ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ തുടങ്ങിയ കാലത്ത് ഫ്രീ ആയിട്ട് വിൻഡോസ് അല്ലെങ്കിൽ ഒരാളുടെ വാങ്ങിച്ച CD നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു കീ ഉണ്ടാവും. ആ കീ ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും മൈക്രോസോഫ്റ്റ് അതിനെതിരെ ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. അത് ഇല്ലീഗലാണ്, പൈറേറ്റഡ് ആണെങ്കിൽ അവർ ഇതുവരെ ആക്ഷൻ എടുക്കാത്ത വളരെ വേൾഡ് വൈഡ് ആയിട്ട് അവർ സക്സസ്ഫുള്ളി ആയിട്ട്. ഹലോ, അത് സക്സസ്ഫുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ ഇതായി, അവര് സമ്മതിച്ചു. പക്ഷെ അവരാ പൈറേറ്റഡ് വേർഷൻ നമുക്ക് തരുവാണെങ്കിൽ ഫുൾ സർവീസ് നമുക്ക് കിട്ടുന്നില്ല. അത് ആ സമയങ്ങളിൽ വിൻഡോസ് XP വരെയുള്ള ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓൺലൈൻ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പൈറേറ്റഡ് വെർഷനും കിട്ടായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നെറ്റ്വർക്കിലൊക്കെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഒരു കീ ഉണ്ട്, ആ കീ ഇട്ടിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അത് മൈക്രോസോഫ്റ്റിന്റെ ആക്ച്വലി അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഇപ്പം ഏഷ്യയിൽ ഇപ്പൊ നമ്മളിവിടെ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഉബുണ്ടു യൂസർ ഫ്രണ്ട്ലി അല്ല, iOS യൂസർ ഫ്രണ്ട്ലി അല്ല, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർക്ക് യൂസർ ഫ്രണ്ട്ലി അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിൻഡോസ് മാത്രമാണ് യൂസർ ഫ്രണ്ട്ലി. അതുകൊണ്ടാണ് ഇപ്പം ഏതൊരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ പ്രീലോഡഡ് ആയിട്ട് വിൻഡോസിന്റെ വേർഷൻസ് ഉണ്ടാവും. ഈ പ്രീലോഡഡ് ആയിട്ടുള്ള വിൻഡോസ് അത് വേറൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. പ്രീലോഡഡ് ആയിട്ട് വിൻഡോസിന്റെ വേർഷൻസ് ഉണ്ടാവും. ആരും അത് വേണ്ടാന്ന് പറയില്ല, എന്നിട്ടും അതിന്റെ കൂടെ വാങ്ങിക്കും. എന്നിട്ട് ഒരു ഇപ്പൊ ഉബുണ്ടു വേണ്ട ഒരാൾ ആ വിൻഡോസ് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഉബുണ്ടു കയറ്റും. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് സക്സസ്ഫുള്ളി ഏഷ്യൻ മാർക്കറ്റും സൗത്ത് ഏഷ്യൻ മാർക്കറ്റും അവരൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചു, സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവന്നു. കാരണം അവർക്കറിയാം അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ആ സാധനം കണ്ണടച്ച് പിടിച്ചിട്ടാണ് അവർ ഈ മാർക്കറ്റ് അവർ സമ്മതിക്കുകയാണ്. അവരത് പെർമിറ്റ് ചെയ്യണം. അത് ബിൽ ഗേറ്റ്സ് തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് പക്ഷെ ഇവരിങ്ങനെ ഈ പൈറേറ്റഡ് വേർഷൻ തരുമ്പോഴും ശരിക്കും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും അവർ അതിനകത്ത് നമുക്ക് തരുന്നുണ്ടോ? ഉണ്ട് മാം, എല്ലാ ഫീച്ചേഴ്സും കിട്ടും. XP-ലൊക്കെ നമുക്ക് ഫുൾ ഒറിജിനൽ CD വാങ്ങിക്കുന്നത് ഈ CD തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ കാശ് കൊടുത്ത് ഒരു വിൻഡോസ് XP വാങ്ങിക്കുന്നു, ഞാനത് മാമിന് തരുന്നു. സെയിം കീ തന്നെ മാം ഉപയോഗിക്കുന്നു. രണ്ട് സിസ്റ്റവും സെയിം ഇതിൽ വരും. രണ്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഫീച്ചറുകൾ സെയിം ആയിരിക്കും, അപ്ഡേറ്റ് സെയിം ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. കാരണം ഒരേ ഇതാണ് യൂസ് ചെയ്യുന്നത്.
അത് തന്നെയാണ് ഇവര് ഓഫീസ് എന്ന് പറയുന്ന പാക്കേജിലും ചെയ്തുകൊണ്ടിരുന്നത്. വിൻഡോസ് ഓഫീസ് നമുക്കിപ്പോ എല്ലാവർക്കും വേർഡ് വേണം, എക്സൽ വേണം, പവർ പോയിന്റ് വേണം. ഇതല്ലാണ്ട് ആർക്കും വിട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ബാക്കി ആർക്കും അറിയാൻ പാടില്ല. ലിബ്രോനെ പോലെയുള്ള ഓപ്പൺ സോഴ്സിനെ കുറിച്ച് ആൾക്കാർ ഫെമിലിയർ അല്ല. കാരണം ലിബ്രോ ഒരു ഓപ്പൺ സോഴ്സ് ഇതാണ്. കാരണം ആൾക്കാർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എല്ലാവരും അഡിക്റ്റഡ് ടു മൈക്രോസോഫ്റ്റ് ഓഫീസ്. അതൊരു 16 പറഞ്ഞ പോലെ അതെ ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ലിബ്രയാണ് കിടക്കുന്നത്. പക്ഷെ ഭയങ്കര പാടാ അത്. നമ്മൾ ഈ വേർഡ് ഉപയോഗിച്ച് അതിന്റെ പല ഫീച്ചേഴ്സും ഒട്ടും ആക്സസിബിൾ അല്ല. അലൈൻമെന്റും കാര്യങ്ങളും അതിന്റെ അത് അവരെ അഡിക്റ്റ് ആക്കി മാറ്റിയതാണ്. അതിനുശേഷം ഇപ്പം ഓഫീസ് 19 ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ടെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പൊ വിൻഡോസ് 19 ശേഷം മാമിന് അത് കിട്ടില്ല. വിൻഡോസ് 19 ശേഷം അത് ഓൺലൈനാണ്. ഓഫീസ് 365 എന്ന് പറയുന്ന ഒരു പാക്കേജായി മാറി. അപ്പൊ അത് കാശ് കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഫ്രീ ആയിട്ട് കിട്ടില്ല. കാരണം പക്ഷെ നമ്മളപ്പോ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ നിർബന്ധിതരാവും. കാരണം വി ആർ അഡിക്റ്റഡ് ടു ദാറ്റ്. ഇപ്പൊ ഞാൻ ഓഫീസ് വിൻഡോസ് വേർഡിലാണ് ഞാൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ വേർഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഐ എം അഡിക്റ്റഡ് ദാറ്റ്. അപ്പോ ആ പ്രോപ്പർട്ടി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻസും ഇതൊക്കെ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ടാണ് ഇത് കേസ് കൂട്ടമൊക്കെ ആയിട്ട് വരുന്നത്. സൈബർ കേസ് വയലേഷൻസ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ അറിവോട് കൂടി നടക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയും ഇന്ന് സൈബർ ക്രൈം ആണെന്ന് വെച്ചാൽ സൈബർ ക്രൈം ആണ്. ബട്ട് ഇതിനെ സൈബർ ക്രൈമായിട്ട് വലിയ കമ്പനികൾ എടുക്കില്ല. സ്ഥാനത്ത് ചെറിയ കേസുകളെ ചില ആളുകൾ സൈബർ ക്രൈമായിട്ട് എടുക്കും. അങ്ങനെയാണ്. അപ്പം മൈക്രോസോഫ്റ്റും ഈ ആപ്പിളും മാക് ഓഎസും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് കമ്പ്യൂട്ടർ ഇന്ന് ലോകത്ത് ഇത്രയും ഫെമിലിയർ ആയതും ഇത്രയും വ്യാപിച്ചതും. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോപ്പർട്ടി വയലേഷൻ. പക്ഷെ ആപ്പിൾ ഇപ്പോഴും പറ്റില്ല. ആപ്പിൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിനെ പെർമിറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പ കാര്യമില്ല. പക്ഷെ മൈക്രോസോഫ്റ്റ് ഇപ്പോഴും പറ്റും. അവരിപ്പോഴും അമേരിക്കയിലൊന്നും പറ്റില്ല. ഏഷ്യൻ കൺട്രീസിൽ അവരിപ്പോഴും അതിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈറേറ്റഡ് വേർഷൻ യൂസ് ചെയ്യാം. അവർ പിന്നെയും റൂട്ടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ പ്രീലോഡഡ്. ഇപ്പൊ നേരത്തെ പ്രീലോഡഡ് വിൻഡോസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതെ, കാര്യം നമ്മള് പണ്ട് ഇങ്ങനെ സിസ്റ്റത്തിനകത്തൊക്കെ ഇത് ഇടുമ്പോഴത്തേക്ക് ഇവർ ഈ കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊരു കീ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ആ കീ ഇട്ടിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പം ഓൺലൈൻ അപ്ഡേഷൻ ആണ്. ഇപ്പം സിസ്റ്റത്തിന്റെ മാക് ഐ ഡി വെച്ചിട്ട് ആ ഒരു OS പാക്കേജ് അപ്ഡേറ്റ് ആവും. ആ മാക് ഐ ഡി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത് പോയി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവര് സിസ്റ്റത്തിന്റെ മാക് ഐ ഡി വെച്ചിട്ടാണ് ഇപ്പൊ അത് ലിങ്ക് ആവുന്നത്. ആദ്യം മാക് ഐ ഡി അതിന് ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല. മാക് ഐ ഡി നമുക്ക് നോക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഓരോ 365 മാത്രമല്ല, വിൻഡോസ് 10, 11 ഒക്കെ മാക് ഐ ഡി എടുക്കുന്നുണ്ട്. എല്ലാം മാക് ഐ ഡി എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് അത്ര ഫെമിലിയർ, അത് ആൾക്കാർ യൂസ്ഡ് ടൈം ആയി കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ഒരാളോട് നിങ്ങൾ ഇത് വിൻഡോസ് അല്ല ഫ്രീ ലിനക്സിലേക്കോ ഉബുണ്ടുവിലേക്ക് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറില്ല. iOS മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറില്ല. കാരണം iOS കോസ്റ്റ്ലി ആണ്, അതേപോലെ തന്നെ സെക്യൂർ ആണ്. ലിനക്സ് ഫ്രീ ആണ്. പക്ഷെ ഈ രണ്ടിലേക്കും ആളുകൾ മാറില്ല. കാരണം ആളുകൾ യൂസ്ഡ് ആയിരിക്കുന്നത് വിൻഡോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി വിൻഡോസ് പതുക്കെ ഇത് ടൈറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ആളുകൾ ആ ഒരു നമ്മളിപ്പോ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അഡിക്റ്റ് ആയിട്ട് മാറിക്കഴിയും. പിന്നെ ആൾക്കാർ അതിന് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പോഴും പല സോഫ്റ്റ്വെയർ പാക്കേജുകളും എല്ലാം നമ്മൾ വിൻഡോസ് ബേസ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കോളേജില് ലാബിലൊക്കെ നമ്മൾ ഉബുണ്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അതുപോലെ ഫ്രീ ആണ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ പല സോഫ്റ്റ്വെയർ പാക്കേജുകളും ഉബുണ്ടു ബേസ്ഡ് കിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ അതിലേക്ക് മാറിയതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പഠിച്ചെടുത്തു കുറെയൊക്കെ. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതും കൊണ്ട് നമ്മൾ വേറെ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ ഒരു വിൻഡോസ് ബേസ്ഡ് സിസ്റ്റത്തിൽ അഡിക്റ്റ് അല്ലെങ്കിൽ ഒരു സെറ്റപ്പിലേക്ക് മാറി കഴിയുമ്പോൾ അവര് എന്നിട്ട് ജോലിക്ക് തേടിയിട്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ നേരത്ത് അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. അവിടെ അവർക്ക് ഈ സെയിം സാധനം കിട്ടിക്കോളും യാതൊരു നിർബന്ധമില്ല. ഏഷ്യൻ കൺട്രീസിലൊക്കെ ഓക്കെയാണ്. ഇപ്പം നമ്മൾ യു എസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം ആപ്പിൾ സിസ്റ്റത്തിനാണ്. മൈക്രോസോഫ്റ്റിനേക്കാളും അവിടെ കൂടുതൽ iOS സിസ്റ്റങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കാര്യവും അതിന്റെ വയലേഷൻസും
ഈ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഇത്ര വളർന്നു വലുതായത്. പക്ഷെ നമ്മളതിന്റെ ലോസ് ഉണ്ടാക്കി വെക്കുന്നത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം വിൻഡോസ് മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് ചെയ്യണം എന്റെ ഇത്രയും പൈറേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നേ വരെ മൈക്രോസോഫ്റ്റ് അങ്ങനെ ഒരു കേസ് ഒരു കോടതിയിലും ഫയൽ ചെയ്തതായിട്ട് എവിടെയും ഞാൻ വായിച്ചിട്ടില്ല. കാരണം അത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ NBA ക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്കറിയാം നമ്മുടെ സിസ്റ്റംസ് ഇപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മളോട് പറയുമല്ലോ ഈ അങ്ങനത്തെ വേർഷൻ വാങ്ങിക്കണമെന്ന്. പക്ഷെ അവർക്കും അറിയാം അവരുടെ സിസ്റ്റംസ് നോക്കുമ്പോ ഏത് OS ആണ് ഓടുന്നതെന്നും ചോദിക്കും. അപ്പൊ നമ്മുടെ ഇപ്പൊ പക്ഷെ ലിനക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വിൻഡോസ് കിടന്നെന്നും പറഞ്ഞ് അവർ പൈറേറ്റഡ് ആണോ അതാണോ അല്ലേന്ന് എടുത്ത് ചോദിക്കുന്നില്ല. കാര്യം അതിന് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരിക്കും, അത്ര കുഴപ്പമില്ലായിരിക്കും. ഇല്ല, അത് ഈ ഒരു സംഭവം ഇല്ല. പൈറേറ്റഡ് ആയി കഴിഞ്ഞാൽ അല്ലാതെ അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും സംഭവിക്കില്ല. ബട്ട് ഈ സൈബർ സെക്യൂരിറ്റി ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം ന്യൂക്ലിയർ റിയാക്ടറുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അവർ ഈ പെർമിറ്റ് ചെയ്യില്ല. അതിന് അവർ മാക്സിമം ഇപ്പോഴും ഒന്നുകിൽ ഓപ്പൺ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും അത് സ്പെഷ്യലി പ്രോഗ്രാമർ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മാക്സിമം ആളുകളും ഓപ്പൺ സോഴ്സിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിൻഡോസിന്റെ ഈ ആപ്പിളിന്റെ മൊണോപ്പൊളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ഇവരുടെ ഇപ്പൊ ഞങ്ങൾ തന്നെ സിസ്റ്റം 2017 വാങ്ങിച്ച വിൻഡോസിന്റെ അതിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അവർ സ്റ്റോപ്പ് ചെയ്തു, പാക്കേജ് സ്റ്റോപ്പ് ചെയ്തു. ഇനി ആ സിസ്റ്റം വൾണറബിൾ ആണ്. അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റി എല്ലാം ലിനക്സിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം ഇനി അതൊരു പുതിയ പാക്കേജ് വാങ്ങിക്കണമെങ്കിൽ അത്രയും കോടിക്കണക്കിന് രൂപ അതിനകത്ത് സ്പെൻഡ് ചെയ്യണം. അത് നമുക്ക് നഷ്ടമാണത്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മുടെ ടീം മെമ്പേഴ്സ് അതിൽ ഫെമിലിയർ ആയി അവർ അതിലേക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ ടീം മെമ്പേഴ്സിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒരു കേസാണ്. പക്ഷേ ഇതിൽ അല്ലാതെ ഒരു ചെറിയ വയലേഷൻസിന് പോലും കേസിന് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം മാം കാണിച്ച ഒരു ഇതിൽ ഒരു ഇളയരാജയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇളയരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഏത് പാട്ടെടുത്ത് ആര് വേറെ സിനിമയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോപ്പിറൈറ്റ് വയലേഷൻ എന്ന് പറഞ്ഞ കേസിന് പോണ കക്ഷിയാണ്. അപ്പൊ പുള്ളിയെ പോലുള്ള ആളുകളും ഉണ്ട്. അതായത് ഒരു സിമ്പിൾ വയലേഷൻസ് പോലും പെർമിറ്റ് ചെയ്യാത്ത ആളുകളും ഉണ്ട്. ഇതേപോലെ തന്നെ വയലേഷൻസിനെ പെർമിറ്റ് ചെയ്ത് സ്വന്തം ബിസിനസ് കൂട്ടുന്ന ഈ രണ്ട് ടൈപ്പ് ആളുകളും ഈ സൈബർ ക്രൈം അല്ലെങ്കിൽ നമ്മളിപ്പോ എത്തിക്സ് ആയതുകൊണ്ട് സംസാരിച്ചാണ്. എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഈ രണ്ട് രീതിയിലും ആളുകൾ ഉണ്ട്. പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് തന്നെ പറയുന്ന കാര്യങ്ങൾ അത് വേറൊരു കോൺസെപ്റ്റാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റ്. നമ്മള് അത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്ന ആളുകള് അവര് ഒരു സ്ഥലത്തുള്ള ഇപ്പം നമുക്ക് നമുക്കൊക്കെ ചെയ്യാം. മാമിന് അതിനകത്ത് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് കൺസേൺ കമ്പനി അറിയിച്ചാൽ മതി. ഇപ്പൊ ഗൂഗിളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവര് അവരുടെ വൾണറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് അവര് നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അതൊരു അങ്ങനെ ഒരു പ്രൊഫഷൻ തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിള്ളേർക്ക് ഇഷ്ടം അത് അതിന് വേറൊരു സൈഡുള്ളതുകൊണ്ടാണ്. രണ്ടു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പുറം നിൽക്കുന്ന ആളുടെ മൊബൈൽ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെ അതാ ഇപ്പൊ ഞാന് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ഇതിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അവർക്ക് ഇങ്ങനെ എല്ലാം അറിയാന്നുള്ള രീതിയിൽ ഇതൊക്കെ അവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഡേറ്റ ഇപ്പുറത്തോട്ട് എടുക്കുന്ന കാര്യമല്ലോ. ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വന്നിരിക്കുന്ന 90% ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് അപ്പുറ സൈഡിലുള്ള ഡാറ്റ എങ്ങനെ ഒപ്പിക്കാം, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ ഒഴിഞ്ഞു കയറാം, അല്ലെങ്കിൽ അതായിരിക്കും മാക്സിമം ആളുകളുടെ ഉദ്ദേശം. പക്ഷെ അത് പണ്ട് കാലങ്ങളിൽ കുറച്ച് എളുപ്പമായിരുന്നു. ഇപ്പം നമ്മുടെ സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ് അല്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനൊരു സബ്ജക്ട് തന്നെ നമുക്ക് പഠിക്കാൻ ഇപ്പൊ തന്നെന്ന് തോന്നുന്നു. വേണം. ഇതിനകത്ത് ഇതിന്റെ എത്തിക്കൽ സൈഡിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത്. അതെ എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് എത്തിക്സ് എന്നാണ്, ഇങ്ങനെയൊക്കെ എത്തിക്സ് ഉണ്ടെന്നാണ് അവര് ശരിക്കും ഇത്രയും നാളും ഇങ്ങനൊരു സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസിൽ അങ്ങനെ പഠിച്ചിട്ടില്ല. ഓക്കെ. ഇപ്പൊ അതിന് വളരെ അത്യാവശ്യമുണ്ട്. ഇപ്പം ആളുകൾ ഇതിന്റെ എത്തിക്കൽ സൈഡിനെ കുറിച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് പോലെയുള്ള സാധനങ്ങൾ ഒരാളുടെ പേഴ്സണൽ ഡാറ്റയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യം വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ കോളേജ് ഗേൾസ് ആൻഡ് ബോയ്സിന്റെ ഇടയിലാണെങ്കിലും അവർക്കിടയിൽ ഒരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഇതിലെ എന്തെങ്കിലും അറിവുള്ള
അറിവുള്ള ഒരാളെ അല്ല പിള്ളേര് തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്കൊരു നമ്മുടെ ഒരു ET ലാബിൽ പിള്ളേർക്ക് ഇതുണ്ടല്ലോ, ET ലാബ് പിള്ളേരുടെ ഒരു ലോഗിൻ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലോഗിൻ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ലോഗിൻ ഉള്ള പോലെ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ വന്ന ഒരു ചെറുക്കൻ കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കുവാണ്. അവന്റെ ET ലാബിലെ പ്രൊഫൈൽ ഫോട്ടോ ആരാണ്ടോ പെണ്ണിന്റെ ദേഹവും ഇവന്റെ തലയും. എന്നിട്ട് ഇവന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഇവൻ ആകെ ബഹളം, ഇതാരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം, എന്റെ ഐഡന്റിറ്റി ഇത് ചെയ്തെന്നും പറഞ്ഞു കുറെ പുറകെ നടന്നു. പിന്നെ അതങ്ങനെ പതുക്കെ പോയി. അല്ല എന്നാലും ആ പറയുവാണ്, ആ ഒരു ഇത് ഞാൻ പറയുവാണ്, പരിപാടിയാണെങ്കിലും ക്ലാഷ് ആവൂലോ, പിന്നെ അവസാനം അടിയാവൂലോ. നീ ആ അടി പിള്ളേരുടെ ആവശ്യമാണ് അത്. ചെറിയൊരു കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ ജെമിനി അല്ലെങ്കിൽ ChatGPT പോലുള്ള സാധനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ലിങ്ക് നമ്മൾ ആർക്കും അയച്ചു കഴിഞ്ഞാൽ അവരറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ മൊബൈലിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വരും. ഇന്നത്തെ കാലത്ത് ഈ സോഴ്സസിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ കോളേജിലെ ലാബിലൊന്നുമില്ല, അവനവിടെ നിന്ന് അടിക്കുന്ന പാസ്വേഡ് ബാക്കിൽ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവന്റെ ലോഗിനിൽ തന്നെ ഇവൻ കേറി അങ്ങനെ ഏതാണ്ട് എന്തോ ഒരു ചെറിയ സംഭവമാണ്. പക്ഷെ ഈ പിള്ളേരുടെ അങ്ങനത്തെ അതൊന്നും ശരിക്കും അങ്ങനെ അത്ര ഫേമസ് അല്ലായിരുന്നു. ഇങ്ങനെ പിള്ളേർ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് അതൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങി ഞാൻ പറയുക പിള്ളേരെ. അതൊക്കെ ഇനി വരുന്ന ജനറേഷൻ അങ്ങനെയൊക്കെ. ഇപ്പൊ എന്റെ മോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങളാണ്. അവർക്കത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്പെഷ്യൽ സ്കിൽസ് ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ സോഴ്സസ് കൂടുതലാണ്. അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. നമ്മൾ ഇത്രയും ഏജ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആക്ടിവിറ്റീസ് ആ സാധനം ഉപയോഗിച്ച് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, അതിനുള്ള നോളജ് അവരുടെ കയ്യിലുണ്ട്. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. അതാണ് അങ്ങനെയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളുടെയൊക്കെ ഇത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ എങ്ങനൊരു സാധനം നമ്മൾ പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച് എന്താ പറയാ അത് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ ഉള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അറിയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് എഴുതുക, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. ക്രൈം അഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ. ഇനി ഓർഗനൈസേഷനിൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈം എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ നെറ്റിസൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീനെ ഹാക്ക് ചെയ്ത ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ എന്താന്ന് വെച്ചാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കാർഡുകളൊക്കെ വേറെ കമ്പനീസിന് ചെയ്തു കൊടുക്കുന്ന. അപ്പൊ ആ എല്ലാ ബാങ്കുകൾക്ക് SBI, എന്താ പറയാ ആക്സിസ്, അങ്ങനെ ആക്സിസ് ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളിലേക്ക് മൊത്തത്തില് ഈ ക്രെഡിറ്റ് കാർഡ് ചെയ്തു കൊടുക്കുന്നത് ഈ നെറ്റിസൺ എന്ന് പറഞ്ഞ കമ്പനി. അപ്പൊ ഇവരെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇവരെ മൊത്തത്തിൽ എല്ലാ ബാങ്കുകളിലേക്കും ഉള്ള ആക്സസ് നമുക്ക് കിട്ടി. അപ്പൊ അതൊക്കെ ശരിക്കും എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് അണ്ടർ ദ ക്രൈം അഗെയിൻസ്റ്റ് ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അൺഓതറൈസ്ഡ് ആക്സസ്, സൈബർ ടെററിസം, ദെൻ ഗവൺമെന്റ് ഓർ മിലിറ്ററി വെബ്സൈറ്റ്സ് ഹാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഓർഗനൈസേഷനിൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈം. ദെൻ പൊസഷൻ ഓഫ് അൺഓതറൈസ്ഡ് ഇൻഫർമേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇല്ലീഗൽ സോഫ്റ്റ്വെയർസ്. ഇവിടെയും അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ദി ഓർഗനൈസേഷൻ. Then crime against society പറയുമ്പോൾ when you are doing a crime, if it is affecting the society like sale of illegal goods, it is actually not focusing on a single people or an organization, but it is focusing on the society. So it comes under the crime against the society. Then forgery, activities which corrupt the young people, അതൊക്കെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ത്രൂ ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം, എവറിത്തിങ് വിച്ച് ഈസ് എഫക്റ്റിംഗ് ദ പീപ്പിൾ ഇൻ ലാർജ് സ്കെയിൽ വിച്ച് ഡിസ്റ്റർബ് ദ സോഷ്യൽ ഓർഡർ ആൻഡ് എത്തിക്സ്, ഇറ്റ് ഈസ് crime against the society.
സമയം എത്രയായി? ഓക്കെ, ഒരു 2 സ്ലൈഡും കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഒരു 25 സ്ലൈഡിലേക്കാക്കി നിർത്താം. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ആൾക്കാരുടെ എന്താ പറയുന്ന അറിവില്ലായ്മ അല്ലെങ്കിൽ കോമൺ മെന്റാലിറ്റി എങ്ങനെയാണോ അതറിഞ്ഞുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുക, അതിനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാസ്വേഡ് ഇടാൻ പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഇടുന്ന പാസ്വേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേരിന്റെ കൂടെ @123 അല്ലെങ്കിൽ നമ്മുടെ ആ വർഷം, അങ്ങനെ കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പാസ്വേഡുകൾ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മൾ ഇടുന്ന പാസ്വേഡ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിന്. അങ്ങനത്തെ രീതിയിലുള്ള അറ്റാക്കുകൾ വേറെ പല കാര്യങ്ങളും അതിനകത്ത് വരാം. So that type of attack is known as social engineering attack. So thereby what happens, നമ്മൾ ബാങ്കിൽ നിന്ന് വിളിക്കുവാണ്, നിങ്ങളുടെ UTP ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ, ബാങ്കിൽ നിന്ന് വിളിക്കുവാണെന്ന് പറയുമ്പോൾ അവര് നമ്മളെ പറ്റിക്കാനല്ല, അവര് പറഞ്ഞതിൽ സത്യമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ആ OTP ഷെയർ ചെയ്യും. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ വിശ്വാസവഞ്ചന, ആ സംഭവം ചെയ്തല്ലോ, that is actually coming under the social engineering attack, which trick the users, and the users will be tricked and they will share the password, credit card details, bank details. That is known as the phishing. So it is usually done through fake emails, messages. അതാണ് നമുക്ക് വരുന്ന മെസ്സേജസ് ഫേക്ക് ആയിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണെന്ന് പറഞ്ഞാലും ഫേക്ക് ആണെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ യു ഷുഡ് ഡയറക്ട്ലി കോൾ ദ ബാങ്ക്. ദെൻ ഫേക്ക് ഇമെയിൽസ്, എന്തെങ്കിലും ഒരു ലിങ്ക് മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്, ഓർ it pretends to be from some other trusted organization, but it is used to trick you. So victims are redirected to a fake website that looks real, but it is used to steal the data. Common tricks എന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന URL ആണ് പെട്ടെന്ന് നോക്കുമ്പോൾ. പക്ഷേ when you look very carefully into it, you can see that there can be some misspelled URLs is there, or it can be a fake link, or it can be some urgent messages, which is actually a tricky message which is used to mislead you. And അതൊക്കെ ഫിഷിങ്ങിന്റെ അടിയിൽ വരും. ഇതൊക്കെ ശരിക്കും സൈബർ ക്രൈം ആണ് ബേസിക്കലി. അഡ്വാൻസ്ഡ് ഫോം ഇസ് സ്പിയർ ഫിഷിംഗ്, ടാർഗറ്റഡ് ഇമെയിൽസ് യൂസിങ് പേഴ്സണൽ ഓർ ഇൻസൈഡർ ഇൻഫർമേഷൻ. വിഷിംഗ് എന്ന് പറഞ്ഞാൽ വോയിസ് പ്ലസ് ഫിഷിംഗ്, ഫ്രോഡ് ക്യാരിഡ് ഔട്ട് ത്രൂ ഫോൺ കോൾസ് ഓർ വോയിസ് മെസ്സേജസ്, അങ്ങനെ വരുന്നതൊക്കെയാണ് വിഷിംഗ് എന്നാണ് പറയുക. ഫിഷിംഗ് അല്ല, വിഷിംഗ്. So criminals pose as bank officials or service providers, and it is used to mainly steal the ATM, credit card and financial details. How these attacks work means, they will create a fake website and it will send a convincing fake mail. It is a fake email to lure the victim, and they will collect the sensitive information for fraud. സ്പാമിങ്ങും കൂടെ പറഞ്ഞു നിർത്തിയാലോ? അതോ മതിയാ? 8 മണിയായി അല്ലേ? സ്പാമിങ് അടുത്ത ക്ലാസ്സിലെടുക്കാം.